വിഷാന. സോ ഗൈസ്, ഇതാണ് ഫുൾ വീഡിയോ ക്രോഷ്യൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ക്രോഷ്യൻ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരും. ഇത് ഫുൾ വീഡിയോ ആണ്. സോ നമ്മൾക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതിൻ്റെ നൂല് വേണം, ഹുക്കും വേണം. ഹുക്ക് ഇതാ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. ഇത് ഏത് കളറായാലും പ്രശ്നമല്ല, ഇങ്ങനെ ആയിരിക്കും ഇതുണ്ടാവുക. ഇതാ ഇങ്ങനത്തെ ഒരു കുളത്ത് പോലെ ഉണ്ടാവും. അത് എന്തായാലും വേണത്. ഓക്കെ, എന്തായാലും വേണം ഗൈസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ കുറേ നൂല് വേണം, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട്. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്സ് 2 സ്റ്റെപ്പ് അങ്ങനെ കാണിക്കുന്നുള്ളൂ. ഇതിൽ പല ടൈപ്പ് ക്രോഷ്യൻ ഉണ്ട്. സിംഗിൾ ക്രോഷ്യൻ, ചെയിന്, ഡബിൾ ക്രോഷ്യൻ, ട്രിപ്പിൾ ക്രോഷ്യൻ, അങ്ങനത്തെ കുറേ ക്രോഷ്യൻ ഉണ്ട്, ഹാഫ് ക്രോഷ്യൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയിനും ഡബിൾ ക്രോഷ്യനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ നൂല് എടുക്കുക. എന്നിട്ട് ലൈക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഇവിടെ ഇതില്ലേ, ഇത് നമുക്ക് കുറച്ച് എത്ര എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നൂല് കുറവാണെങ്കിലും ലൈക്ക് അത് കൂടുതലെടുത്താൽ നൂല് വെറുതെ വേസ്റ്റ് ആവും. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓപ്പോസിറ്റ് ആക്കിയിട്ട് എൻ്റെ ഉള്ളിലിതാ ഇങ്ങനെ കയറ്റാം. ഇപ്പോൾ കണ്ടോ, ഇങ്ങനൊരു ഇത് വന്നു. എന്നിട്ട് അതിങ്ങനെ വലിച്ചിട്ട് അഡ്ജസ്റ്റബിൾ ആക്കാം. എന്നിട്ട് ചെറിയ ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. എന്നിട്ട് ഹുക്ക് നമുക്ക് കുറച്ച് ഇതാകണ്ടോ, ഇത്രയും ലൈക്ക് ഗ്യാപ്പ് ഇങ്ങനെ വേണം. ഓക്കെ, സോ ദെൻ നമ്മൾ കൈ ഇങ്ങനെ ഇടണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ നൂല് നമുക്ക് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാം. എന്നിട്ട് ഈ നൂല് വന്നിട്ട് ഇങ്ങനെ ആക്കണം. ഈ സ്റ്റെപ്പ് വരെ ഗൈസ്. സോ ഗൈസ്, എന്താ ഓക്കെ, നമ്മളങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ലൈക്ക് പതുക്കെ, ഞാനൊക്കെ ആണെങ്കിൽ ഫാസ്റ്റിൽ ചെയ്യും കേട്ടോ ബ്രേക്കോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിക്കണം. എന്നിട്ട് ഈ വിരല് നമ്മൾ ഈ ഇതിൽ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഓക്കെ, ഞാൻ നോർമൽ ഇതാ കാണിച്ചു തരാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമതാ. ഇപ്പോൾ നമ്മൾ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിടിക്കേണ്ട സ്റ്റാൻസ് ഈ നൂല് ഒന്നാക്കിയിട്ട് പിന്നെ ഈ ഒരു വിരലട്ടോ ഇങ്ങനെ ആക്കണം. അത് നമ്മൾ ഒരുപാട് ദൂരത്തോട്ട് പോയരുത്. കണ്ടോ, ഇതും ലൈക്ക് കറക്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാക്കണം. ഓ ഗൈസ്, ഇത് പഠിപ്പിച്ച് തരാൻ കുറച്ച് പാടാണ്. നേരിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ പറ്റും നേരിട്ട്. എന്താ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഞാൻ നൂലുണ്ടാക്കി. ഇനി നമ്മളുടെ ഈ ഹുക്ക്, നിങ്ങൾ ഫസ്റ്റ് ഈ ഹുക്കിനോട്ട് നോക്കട്ടോ. ഇത് വന്നില്ലേ ഈ സാധനം, അത് നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ തിരിക്കണം. എന്നിട്ട് ഇതിനോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഇതാ ഹുക്ക് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് അത് തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. പിന്നെ നമുക്ക് ഇതിങ്ങനെ വലിക്കാം കേട്ടോ, എത്ര അഡ്ജസ്റ്റബിൾ വേണ്ടേന്ന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഈ അഡ്ജസ്റ്റബിൾ വലിക്കണ തോലും നമ്മൾ ഈ ചെയിൻ ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ ചെയിൻ ഉണ്ടാക്കുകയാണ്. ഈ ചെയിനിൻ്റെ സൈസ് നിങ്ങളിപ്പോൾ വലിയ ഹോൾ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കര വലിയ സൈസാവും. നിങ്ങൾ ചെറിയ ഹോൾ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ സൈസാവും. നിങ്ങൾ ഒരു മീഡിയം സൈസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക. ഇതിങ്ങനെ ചെയിൻ ഇങ്ങനെ, പിന്നെ ഇത് ഹുക്ക് എടുക്കുക ഗൈസ്. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ട്. ഞാൻ എൻ്റെ ഉള്ളിൽ ഹുക്ക് കയറ്റി. എന്നിട്ട് നമ്മളിത് ഹുക്ക് ഇങ്ങനെ ചില സമയത്ത് അഴിഞ്ഞു പോകും. എന്നിട്ട് ഇങ്ങനെ ഹോൾ വരില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റിയാൽ മതി. അത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഊരിയിട്ട് ഇത് രണ്ടിങ്ങനെ പിടിച്ച് വലിച്ചാൽ
ഇതും ഇപ്പം നമ്മൾ ഉണ്ടാക്കി ചെയിനും പോകും എല്ലാം പോകും. അതുകൊണ്ട് പിടിച്ച് വലിക്കാണ്ട് നോക്കണം. പിന്നെ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഈ പ്രോസസ്സ് തന്നെ, ഈ സെയിം പ്രോസസ്സ് തന്നെ ഞാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞാൻ വേറെ ലൈക്ക് കുറേ പ്രോസസ്സ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട് തോന്നും. പക്ഷെ സെയിം പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആട്ടത്തിട്ട് ഗൈസ്, ഫാസ്റ്റ് ആവുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഫാസ്റ്റ് ആവരുത്. ലൈക്ക് ഫസ്റ്റ് തന്നെ ചെയ്താൽ ലൈക്ക് എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ ചെയ്തു പോകും. നമ്മളിത് ഫസ്റ്റ് കുറേയൊക്കെ പഠിച്ച് ഇങ്ങനെ ചെയ്യാനൊക്കെ പഠിച്ച് പ്രാക്ടീസായി കഴിഞ്ഞിട്ട് വേഗം ഇങ്ങനെ ചെയ്തോ. എനിക്ക് കാണാൻ പറ്റണില്ലേ? എക്സ്ട്രാ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടോ? ഇത് നോക്ക്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഭയങ്കര അടുത്താണ് വെച്ചിരിക്കണേ. ഇത് കണ്ടോ? ഇതാ ഇത്രയും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഈ നൂലില്ലേ, ഇത് കുറഞ്ഞു വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ബാക്കിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ നോക്കണം. ഇത്രയും ബാക്ക് വേണം. ലൈക്ക് ഇവിടെ ഭയങ്കര ലൂസാണെങ്കിൽ നമ്മൾ കുറച്ചിങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുവരണം. ഇതാണ് പെർഫെക്റ്റ്. ടൈറ്റ് ആണെങ്കിൽ ചോദിച്ചാൽ ആണ്, അല്ലാന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനത്തെ ഒരു രീതിക്കാണ് വേണ്ടത്. പിന്നെ ചെയിൻ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കിപ്പോയത്. ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നൂലിൻ്റെയും കട്ടി കാണുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പോൾ ഞാൻ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബ്രൈഡ് ചെയ്ത പോലെയാണ്, ഭയങ്കര ചെറുതായിട്ട് ബ്രൈഡ് ചെയ്ത പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെയ്തത് മാത്രം, ഞാൻ ചെയ്ത പ്രോസസ്സ് പേര് ചെയിൻ എന്നാണ്. ഓക്കെ, അടുത്തതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷൻ. നമ്മൾ ഫസ്റ്റ് ചെയിൻ ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ടാണ് ഡബിൾ ക്രോഷൻ പ്രോസസ്സിലോട്ട് പോവുക. ഓക്കെ, ഫസ്റ്റ് നമ്മളിതാ ഇതേപോലെ എല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആക്കണം. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവണ നൂല് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇൻസൈഡ് ചെയ്യുന്നു. അതാണ് നമ്മളുടെ ചെയിൻ പ്രോസസ്സ്. പക്ഷേ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് എടുത്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ചെയ്യരുത്. നോക്ക് ഗൈസ്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ എടുക്കണം. ഞാൻ കാണിച്ചത് ഇങ്ങനെ എടുത്തു, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇത് വന്നില്ലേ, ഇങ്ങനെ വന്നില്ലേ? ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഈ ചെയിൻ ഉണ്ടാക്കിയില്ലേ, ഈ ഹുക്കിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ചെയിന് ഉണ്ടാക്കണം. അതിന് സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് ഈ ഡബിൾ ക്രോഷൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രോസസ്സിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് വലിയ ഹുക്ക് ഉണ്ടാക്കണമായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ലൈക്ക് കുറച്ച് വലുതായി ഇത്രയും പോണ ഹുക്ക് ലൂസാക്കിയിട്ട് ഉണ്ടാക്കണമായിരിക്കും ബെറ്റർ ചോയ്സ്. സോ ഗൈസ്, ഓക്കെ, ഈ പ്രോസസ്സൊക്കെ മതി. ഇനി ഇങ്ങനെ ആക്കിയിട്ട് ഈ നമ്മുടെ ഈ ഹുക്കിൻ്റെ അടുത്ത് ഉള്ളൊരു ചെയിൻ നമ്മൾ ഉണ്ടാക്കിയില്ലേ, എന്നിട്ടൊരു ചെയിൻ എടുത്തിട്ട് ആ ചെയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. ലൈക്ക് ഇത് ചെയ്ത് കണ്ടില്ലേ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. സോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരും, കുറച്ചും കൂടി തിക്കായിട്ടുള്ള ലെയർ വരും. അത് പിന്നീട് നമ്മൾ അനക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഹുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അനക്കാൻ പറ്റാത്ത രീതി വരും. എന്നിട്ട് നമ്മളിതാ പിന്നെയും ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഹുക്കിലിടണം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഹുക്ക്. പിന്നെ കണ്ടോ, ഇവിടെ 2 ഹുക്ക് ഇങ്ങനെ വരും. ഓക്കെ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഒരു ഹുക്കേ വരുന്നുള്ളൂ, ഇപ്പം 2 ഹുക്ക് ഇങ്ങനെ വന്നില്ലേ. സോ പിന്നെ ഇത് നമ്മൾ ലൂസാക്കിയിട്ട് ഇങ്ങനെ ആക്കാം. ദെൻ വി ഹാവ് ടു ഡു ലൈക്ക് ദിസ്. പിന്നെ നമ്മൾ 2 ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അടുത്തുള്ളൊരു ഇതിൽ ഇങ്ങനെ എടുക്കുക. ദെൻ ഡു ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷൻ ചെയ്യുക. ഗൈസ്, ഇന്നത്തെ വീഡിയോത്തിലുള്ള വേറെ വീഡിയോകൾ എടുക്കുമ്പോൾ ബൈ.